ബക്ക്വീറ്റ് ആട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പൂരി കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു പൂരിയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒന്നാണിത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാനുമാകും. ഉരുളക്കിഴങ്ങ് ചേർത്തോ ചേർക്കാതെയോ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഈ പൂരി തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. പൂരി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ: 1 കപ്പ് ബക്ക്വീറ്റ് ആട്ട, 1 ടീസ്പൂൺ ഉപ്പ്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത്, 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, വെള്ളം, എണ്ണ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തില് ബക്ക്വീറ്റ് ആട്ട എടുക്കുക. ഇതിലേക്ക് കുരുമുളക് പൊടി, മല്ലിയില, ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തത് എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നല്ല ചപ്പാത്തി പരുവത്തിന് എന്ന പോലെ വേണം ഇവിടെ പരത്തിയെടുക്കാനായിട്ട്. ഇവിടെ പാകത്തിന് നമുക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എടുത്ത് ഇത് ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു ചപ്പാത്തി പലകയിൽ ഇത് ഉരുളയാക്കി വെച്ചതിന് ശേഷം പരത്തിയെടുക്കുക. അല്പം എണ്ണ റോളിംഗ് പിന്നിൽ പുരട്ടിയ ശേഷം പരത്തിയാൽ പെട്ടെന്ന് ഒന്നിലും ഒട്ടിപ്പിടിക്കാതെ പരത് കിട്ടും. ഇതുപോലെ എല്ലാം തന്നെ പരത്തിയെടുക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്വർണ്ണ നിറമാകുന്നത് വരെ ഇത് വറുത്തെടുക്കുക. ബക്ക്വീറ്റ് കൊണ്ടുള്ള പൂരി ഇവിടെ തയ്യാറാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പൂരിയാണ്. അപ്പോൾ നിങ്ങളും ഈ പൂരി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.